എൻ്റെ കയ്യിൽ വെച്ചത് ഇങ്ങനെ അടുക്കുകയാണ്. Now this is a bunch of piece papers. Then what is magic? It is so simple. Now you can watch number 1, number 2 and number 3. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ശുഭരാത്രിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുഭരാത്രിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ചന്ദ്രസേനൻ മിത്രമല്ല. ഞാൻ പറഞ്ഞ തെറ്റിയില്ലല്ലോ. സാറിനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ ശുഭരാത്രിയുടെ വേദിയിലേക്ക്. ഞാൻ പറഞ്ഞത് തെറ്റിയില്ലല്ലോ എന്ന് ആമുഖത്തിൽ പറഞ്ഞ് വേറൊന്നുമില്ല. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തിനടുത്ത സ്ഥലമാണ് മിത്രമല്ല എന്ന സ്ഥലം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു മാജിക് അക്കാഡമി എന്ന ഒരു സങ്കല്പത്തെ സാക്ഷാത്കരിച്ചത് 1996 വളരെ പ്രശസ്ത അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്തനായ മാന്ത്രികൻ അല്ലെങ്കിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ സാരഥ്യത്തിലാണ് മാജിക് അക്കാഡമി തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് ഈ വേദിയിലെത്തിയിരിക്കുന്ന അതിഥി മാജിക് അക്കാഡമിയുടെ ഡയറക്ടറായ ശ്രീ ചന്ദ്രസേനൻ. അങ്ങേ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മാജിക് അക്കാഡമിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് മാജിക് തന്നെയാണ്. അങ്ങ് തീർച്ചയായിട്ടും ഒരു മജീഷ്യൻ ആയിരിക്കണം. മാജിക്കിനോടുള്ള താല്പര്യമാണോ അതോ അക്കാഡമിക് ലെവലിലുള്ള അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് ആണോ ശരിക്കും ഈ ഒരു രംഗത്ത്, പ്രത്യേകിച്ച് ഈ അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് അവരോധിക്കപ്പെടാനുള്ള കാരണം? അത് മാജിക്കിനോടുള്ള താല്പര്യം തന്നെയാണ്. കാരണം ഞാൻ മാജിക് അഭ്യസിക്കുന്നത് മുതുകാട് സാറിൽ നിന്നാണ്. മുതുകാട് സാറാണ് എന്നെ മാജിക് പഠിപ്പിക്കുന്നത്. അപ്പം മാജിക് പഠിച്ചതിന് ശേഷം മാജിക്കിൻ്റെ ഈ മുതുകാട് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നാളിതുവരെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള മാന്ത്രികന്മാർ തുടർന്നു വന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് മാജിക് രംഗത്ത് മുതുകാട് സാറ് വച്ചു പുലർത്തി. അതായത് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ആർക്കും കൈമാറാൻ പാടില്ലാത്തതും, ഇത് വളരെ ഈ മജീഷ്യൻ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട വ്യക്തിയാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ നിർഭാഗ്യവശാൽ മാജിക് കലാകാരന്മാരുടെ രംഗത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ഗോപിനാഥ് മുതുകാട് സാർ രംഗത്ത് വരുമ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ മാജിക് ഒരു ജനകീയ കലയാണെന്നും ഇതൊരു കലാരൂപമാണെന്നും ഈ കലാരൂപത്തിലൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് ആവശ്യത്തിലേറെ അല്ലെങ്കിൽ പരമാവധി സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരു ഉപാധിയാണെന്ന് കൂടി തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ഒറ്റയാൾ പ്രവർത്തനം പോരാ, ഇതിനൊരു സ്ഥാപനം ഉണ്ടാകണം, അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടാകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാറ്റൂർ സാറുമായിട്ടെല്ലാം ആലോചിച്ചതിൻ്റെ ശേഷം ഇത്തരത്തിൽ ഒരു സ്ഥാപനം ഉണ്ടായി. മാജിക് ഒരു ജന്മസിദ്ധമായ ഒരു കലയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? ജന്മനാ തന്നെ ഏതെങ്കിലും ഒരു കലയോടുള്ള ആഭിമുഖ്യം ഒരു മജീഷ്യൻ ആവുന്നതിനുള്ള കാര്യത്തിലും പ്രത്യേകിച്ച് അഭ്യസനത്തിൻ്റെ ഒരു ചെറിയൊരു സഹായം മാത്രം നേടിക്കൊണ്ട് അങ്ങനെ പറ്റുമോ? അതായത് ഏത് കലാരൂപത്തിനും താല്പര്യമാണ് വിഷയം. അപ്പോൾ നമുക്കൊരു കലാരൂപത്തിനോട് താല്പര്യം തോന്നുന്നു എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി ഈ കലാരൂപത്തോടൊരു ആഭിമുഖ്യം ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ജാലവിദ്യയോട് ഒരു താല്പര്യം നമുക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജാലവിദ്യ നാം ഇഷ്ടപ്പെടുന്നു എന്നാണ്. സ്വാഭാവികമായിട്ട് അത് പഠിക്കാൻ നമുക്ക് താല്പര്യം കാണും. പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ ഒരാളെ കൊണ്ടുചെന്നാൽ നമ്മൾ സമയമില്ലെന്ന് പറയും അല്ലേ? പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യത്തിനും സമയമുണ്ട്. അപ്പോൾ ഈ ഒരു താല്പര്യമുള്ളൊരു വ്യക്തി സ്വാഭാവികമായിട്ടും മാജിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. ഞാനല്ല അങ്ങനെ വന്നതാണ്. മാജിക് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സങ്കല്പമായിരുന്നു. അപ്പോൾ ഇത് അഭ്യസിക്കാൻ കഴിയുമോ എന്ന് നേരത്തെ ചോദിച്ച പോലുള്ളൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ മാജിക് രംഗത്തേക്ക് വരുമ്പോൾ മാജിക്കിൻ്റെ രഹസ്യത്തിന് അത്രയും വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന മാന്ത്രികരാണ് ഉണ്ടായിരുന്നത്. മാജിക്കിൻ്റെ ഉപകരണങ്ങൾ കിട്ടാനില്ല. ഈ രഹസ്യം അറിഞ്ഞാൽ തന്നെ ഇത് എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയില്ല. മാജിക്കിൻ്റെ രഹസ്യം അറിഞ്ഞതുകൊണ്ട് മാത്രം മജീഷ്യനാകില്ല. കാരണം ഞങ്ങൾ മാജിക്കിൻ്റെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ പറയാറുണ്ട്, ഒരു മജീഷ്യനും ഒരു മാജിക്കിൻ്റെ രഹസ്യം അറിയുന്ന ആളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് മരുന്ന് അറിയുന്ന ഒരാളും ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അദ്ദേഹം അതിഥിയായിട്ട് എത്തുമ്പോൾ തന്നെ എന്തെങ്കിലും മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ഉദാഹരണ സഹിതം തന്നെ മാജിക്കിനെ ജനകീയമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും മാജിക് അക്കാഡമിയിലൂടെ നിരവധി യുവതലമുറയിൽപ്പെട്ടവർക്ക് മാജിക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഒരു ഖ്യാതി നേടിയെടുക്കുകയും ചെയ്ത മാജിക് അക്കാഡമി, അതിന് ഡയറക്ടർ കൂടിയായ ശ്രീ ചന്ദ്രസേനൻ സോദാഹരണം നമുക്ക് വേണ്ടി ചില നമ്പേഴ്സ് അവതരിപ്പിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ,
ഇപ്പൊ മാജിക് കാണിക്കുമ്പോൾ ഞാൻ ഇത്ര അടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ലല്ലേ? ഒരു പ്രശ്നമില്ല. അതായത് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന എൻ്റെ ഒരു വിഷയം മാജിക് വിത്ത് എവരിഡേ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മാജിക്കിന് ഉപയോഗിക്കുക. അതിപ്പം വിദേശ രാജ്യങ്ങളെല്ലാം വളരെയധികം പ്രചാരം ശ്രദ്ധിച്ച ഒരു സംവിധാനമാണ്. അപ്പോൾ അതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനം ഒരാളിന്റെ തൊട്ടടുത്തിരുന്ന് അയാളിൽ നിന്ന് വാങ്ങി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ദൈനംദിന ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ സാറിനോട് പറയാം. ദൈനംദിന ജീവിതത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പേര് ഒരു രാവിലെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ശീലിക്കുന്ന കാര്യമാണ് പത്രം വായിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പത്രം സാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പത്രവുമായി ബന്ധപ്പെട്ട ഒരു മാജിക് ആയിരിക്കാം ദൈനംദിന ജീവിതത്തിൻ്റെതായ ഒരു ബന്ധം മാജിക്കിലൂടെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കേരളീയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പത്രം ഒരു ഗ്ലാസ് ചായ അല്ലേ, അതാണ് രാവിലെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മാജിക് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തുടങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പത്രമുണ്ട്. അപ്പോൾ ഈ പത്രം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതിനകത്ത് 1, 2, 3, 4 ഷീറ്റുകളുള്ള ഒരു പത്രമാണ് ഇതിനകത്തുള്ളത് അല്ലേ? വ്യക്തമായി കണ്ടല്ലോ. 4 ഷീറ്റുകളുള്ള ഈ പത്രത്തിനെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതിൻ്റെ നടുവിലായി ഒന്നാകെ ഇങ്ങനെ കയറി മുറിക്കുകയാണ്. അപ്പോൾ ഇത് വ്യത്യസ്തങ്ങളായ 4 ഷീറ്റുകളായി അല്ലേ? തികച്ചും വ്യത്യസ്തങ്ങളായ 4 ഷീറ്റുകളായി മാറിയിട്ടുണ്ട്. ഈ 4 ഷീറ്റ് പത്രത്തെ വീണ്ടും കയ്യിൽ വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇതിനെ ഇങ്ങനെ കയറുന്നു. അപ്പോൾ അത് അനവധി പീസുകളായി കണ്ടില്ലേ? പല പീസുകളായിട്ട് ഇതിനെ ഞാനിങ്ങനെ നിരവധി പീസുകളായി കീറുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം. ഇത് കീറുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കീറി ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഇതിനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടാകും അല്ലേ? എല്ലാ പീസുകളും ഇതിങ്ങനെ ഭംഗിയായി കീറി വളരെ ഭംഗിയായിട്ട് ഇതിനെ ഞാനിങ്ങനെ വെച്ച് എൻ്റെ കയ്യിൽ വെച്ചത് ഇങ്ങനെ അടുക്കുകയാണ്. Now this is a bunch of piece papers. Then what is magic? It is so simple. Now you can watch number 1, number 2 and number 3. This is magic. ഒരാളിൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു വശം ഇപ്പോൾ ഇന്നത്തെ ഒരു ദിനപത്രമാണത്. അത് വളരെ പെട്ടെന്ന് കീറിയതായി ബോധ്യപ്പെടുത്തുക, അതിനുശേഷം അത് കൂട്ടിച്ചേർത്തതായി ബോധ്യപ്പെടുത്തുക. ഇതാണ് മാജിക്കിൻ്റെ മിസ്ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതേ തെറ്റിദ്ധരിപ്പിക്കൽ. കാണികളെ വളരെ വിദഗ്ധമായി തെറ്റിദ്ധരിപ്പിക്കലിലൂടെയാണ് മാജിക് നടത്തുന്നത്. ഇപ്പോൾ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക? എല്ലാ കലാരൂപവും അങ്ങനെയാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇപ്പോൾ കുഞ്ഞാലി മരിക്കാറായി വേഷം കൊണ്ട് വരുന്ന ആൾ കുഞ്ഞാലി മരിക്കാറല്ലെന്ന് നമുക്കറിയാം. പക്ഷേ കുഞ്ഞാലി മരിക്കാറാണ് എന്നൊരു സമയം നമ്മൾ സങ്കല്പിച്ചു പോകും. ഇതുപോലെ മാജിക്കിൽ ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കലെന്ന് പറഞ്ഞാൽ കാണികളുടെ ശ്രദ്ധയെ അവരറിയാതെ ഒരു കോണിൽ നിന്ന് വേറൊരു കോണിലേക്ക് മാറ്റുക. അവർ ആ കോണിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സൂത്രപ്പണികളിലൂടെ അത്ഭുതം കാണിച്ച് അവരെ മാജിക്കിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സൂത്രപ്പണികളിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കർച്ചീഫ് കാണാൻ കഴിയും ഇല്ലേ? തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ബോധ്യപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ഈ ഒരു കർച്ചീഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിറം എന്താണ്? യെല്ലോ, മഞ്ഞ നിറത്തിലുള്ള ട്രാൻസ്പെറൻറ്റും കൂടിയാണ് അല്ലേ? 2 വശവും കാണാൻ കഴിയുന്നു എന്നുള്ളത്. എന്തിനാണ് ട്രാൻസ്പെറൻ്റ് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഒരു സൂത്രപ്പണികളൊന്നും ഇല്ലെന്ന് ബോധ്യപ്പെടുത്താൻ. ഈ മഞ്ഞ നിറത്തിലുള്ള സിൽക്കിന് ഞാൻ എൻ്റെ ഒഴിഞ്ഞ ഇടത് കയ്യിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ ഒരു ഹോള് പോലെ ഒരു കുഴി ഉണ്ടാകും. എന്നിട്ട് ആ സ്ലീവെല്ലാം പിടിച്ച് മുകളിലേക്ക് വെച്ചതിന് ശേഷം, കാരണം സ്ലീവ് ഒരു സംശയ വസ്തുവാണ്, അടുത്തൊരു സിൽക്കിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിൽക്കിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞയല്ല, മറിച്ച് ചുവപ്പാണ്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത മഞ്ഞയേക്കാൾ ചെറുതുമാണ് അല്ലേ? ഈ ചെറിയ ചുവന്ന നിറത്തിലുള്ള സിൽക്കിനെ മഞ്ഞ സിൽക്കിന്റെ പുറത്ത് ഇങ്ങനെ വിരിച്ചു. ഒരു വ്യത്യാസമില്ലല്ലോ, വ്യത്യാസമല്ല, ചുവപ്പ് തന്നെയാണ്. ഞാൻ മെല്ലെ ഇതിന്റെ ഓരോ അറ്റങ്ങളായിട്ട് ഇങ്ങനെ മഞ്ഞ സിൽക്കിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ തെറുത്ത് കയറ്റിയാൽ യാതൊരു സംശയവും വേണ്ട, ഇപ്പോഴും അത് ചുവപ്പായി തന്നെ ഇരിക്കുകയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തിയായി എൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു അറ്റത്ത് പിടിക്കും. എന്തായിരുന്നു ആ സിൽക്കിന്റെ നിറം? ചെറിയ സിൽക്കിന്റെ ചുവപ്പ്, സംശയമില്ല. ഞാൻ മെല്ലെ ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ നിറം എന്താണെന്ന് പറയണം. വേണ്ട സാധനം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ സിൽക്കിന്റെ നിറം മഞ്ഞ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എടുത്ത് കാണിച്ചാൽ തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെടും മഞ്ഞ. പക്ഷേ ഞാൻ ബോധപൂർവം പറയുന്നു ഈ സിൽക്കിന്റെ നിറം മഞ്ഞയാണ്, നിങ്ങൾ മറന്നു പോകരുതെന്ന്. അടുത്ത് ഞാൻ മറ്റൊരു സിൽക്ക് എടുത്ത് കാണിച്ചിട്ട് പറയുന്നു ചെറുതാണ് ചുവപ്പെന്ന് പറയുന്നു.
വളരെ ശ്രദ്ധിച്ച് നിറത്തെക്കുറിച്ച് ഓർമ്മിച്ചിരിക്കണം. എനിക്ക് ഭയങ്കര സംശയം കൂടി വരുന്നു. മഞ്ഞ തന്നെയോ സാർ? മഞ്ഞ തന്നെ. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗീബൽസിന്റെ തന്ത്രമാണ്. അതായത് ഇത് മഞ്ഞ എന്ന് ഞാൻ പറയണ്ട, ചുവപ്പൊന്നും പറയണ്ട, കണ്ടാലറിയാം. പക്ഷെ ഞാനിത് ആവർത്തിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ചുവന്ന സിൽക്കിന്റെ നിറം മാറും എന്നൊരു ബോധം മനസ്സിൽ വന്നില്ലേ? മാറിയേക്കാം, ചിലപ്പോൾ ഈ ചുവന്റെ നിറമൊന്ന് മാറിയേക്കാം എന്നൊരു സങ്കല്പം മനസ്സിൽ തോന്നിയില്ലായിരുന്നു മാജിക്കിന്റെ ഘട്ടത്തിൽ എവിടെയെങ്കിലും? അങ്ങനെയൊക്കെ തോന്നും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് മഞ്ഞ ഒന്ന് ചുവപ്പ്, ഇപ്പോഴും ചുവപ്പാണ് എന്ന്, പക്ഷെ നിറം മാറ്റുമെന്നൊരു വാക്ക് പറഞ്ഞില്ല. പക്ഷെ എങ്കിൽ പോലും നിറം മാറുമെന്നൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും കളർ ചേഞ്ചിങ് മാജിക് നടക്കുന്നുവെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുമ്പോൾ വാനിഷിംഗ് മാജിക്, അതായത് അപ്രത്യക്ഷമാക്കൽ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോഴും എനിക്കറിയാം ഈ നോട്ടത്തിന്റെ ഒരു അർത്ഥം ഇത് എവിടെ പോയി സിൽക്കെന്നാണ് അല്ലേ? ഒരു സംശയം വേണ്ട, ഇതിനകത്തില്ലല്ലോ ആ സിൽക്ക്, ഇല്ല എന്നാണ് ഇപ്പൊ സങ്കല്പിച്ചിട്ടുള്ളത്. അതായത് കാണിപ്പോ ഒരു സംശയം, എന്റെ സ്ലീവ്, എന്റെ പോക്കറ്റ്, താഴേക്ക് ഇട്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ ഈ സംശയങ്ങളുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്ര അടുത്തിരുന്ന് സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ ഞാൻ ശരിക്കും പ്രേക്ഷകരിൽ ഒരാളാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവർ നാളെ ചോദിച്ചാലും എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇങ്ങനെ ഒരു സൂക്ഷ്മ ദൃഷ്ടിയോട് കൂടിയിട്ടിരിക്കാനായിട്ട് ശ്രമിച്ചത്. സാധാരണ നമ്മുടെ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ഇങ്ങനെയാണ്. കാരണം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും, മാജിക്ക് പ്രത്യേകിച്ചും അങ്ങനെ നിരീക്ഷിക്കുകയും വേണം. അതാണ് ഞാൻ എവരുടെ ഒബ്ജക്റ്റ് ഈ വളരെ അടുത്ത്, അതായത് ഈ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാജിക്കാണിത്. ശരിക്കും നമ്മുടെ സ്റ്റേജിന്റെ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ എവിടെല്ലാം ഉണ്ടെന്ന് സംശയിച്ചോ അവിടെ എങ്ങും സാധനം ഉണ്ടാകരുത് എന്നുള്ളതാണ് മാജിക്കിന്റെ മർമ്മം. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് തന്നെ, എവിടെ നിന്നാണോ ഞാൻ ഇതിനെ നിക്ഷേപിച്ചത് അവിടെ നിന്ന് തന്നെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. ചെയ്തേക്കട്ടെ. ഇപ്പൊ ഇല്ലല്ലോ അതിനകത്ത് എന്തായിരുന്നാലും, ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ എന്നെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം ചെയ്തതുപോലെ തന്നെ ഒഴിഞ്ഞ ഇടത് കൈയിൽ ഈ സാധനം വെച്ചതിന് ശേഷം വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കും. ഉയർത്തിപ്പിടിച്ച കൈ ഒരല്പം ചുരുട്ടി പിടിച്ചിരിക്കുന്നുണ്ട്, ഒരു സിൽക്ക് ഉണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ടായേക്കാം അല്ലേ? പക്ഷെ ഞാൻ വിരലിലെടുത്താൽ സിൽക്ക് കാണാൻ പറ്റില്ല, ഇല്ല, ഉണ്ടാവില്ല. പക്ഷെ അന്തരീക്ഷത്തിൽ നിന്ന് സിൽക്കിനെ എടുക്കും. ഇതിപ്പോൾ എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന സിൽക്കാണ്, ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ എല്ലാവർക്കും കാണത്തക്ക രൂപത്തിൽ വേണമെങ്കിൽ ഞാൻ ഇതിനെ കൊണ്ടുവന്ന് ആദ്യം നമ്മൾ നിക്ഷേപിച്ച അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നതിന് ശേഷം മാജിക്കിന്റെ മന്ത്രമൊന്നും പറയണ്ട, മെല്ലെ ഇങ്ങനെ പിടിച്ചാൽ മതി. ചുവന്ന സിൽക്കിനെ കുറേശ്ശെ കാണാൻ പറ്റും. ഈ മഞ്ഞ സിൽക്കിന്റെ പുറത്ത് തന്നെ ചുവന്ന സിൽക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരുട്ടി വെച്ച അതുപോലെ തന്നെ കണ്ട ചുരുണ്ട് മടങ്ങി ആ സിൽക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടില്ലേ? ഞങ്ങളുടെ ക്യാമറമാൻ കല്യാണം ഇങ്ങനെ സസൂക്ഷ്മം നോക്കിയിരിക്കുകയാണ്. കല്യാണം മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കാണികൾ കാണാതെ, ഇതിന് യഥാർത്ഥത്തിൽ നമ്മൾ കൺകെട്ടെന്ന് പറഞ്ഞ ഇതാണ്. കണ്ണ് തുറന്നിരിക്കുന്ന വ്യക്തികളുടെ കണ്ണിന്റെ മുമ്പിലൂടെ അവർ കാണാതെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, തിരിച്ചു കൊണ്ടുവയ്ക്കുക. ഇതാണ് ഒരു മജീഷ്യൻ ചെയ്യുന്നത്. ഇതിനെ കൈയടക്കം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന് നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് വേണം. വളരെ, അതായത് നമ്മുടെ കൈകൾ ഇപ്പൊ ഞാനിപ്പോ കാണിച്ചതിന് അസ്വാഭാവികമായ സ്പീഡ്, വേഗതയൊന്നും ഫീൽ ചെയ്തില്ലല്ലോ, ഇല്ല. അതായത് നാച്ചുറൽ ആയിരിക്കണം, എല്ലാ പൊസിഷൻസും മൂവ്മെന്റ്സും ഒക്കെ നാച്ചുറൽ ആയിരിക്കണം. ആ നാച്ചുറൽ അല്ലാതെ അൺനാച്ചുറൽ മൂവ്മെന്റ്സ് ചെയ്താൽ മാജിക്കിന്റെ ഹൃദ്യത പോകും, അതിൻ്റെ അത്ഭുതവും നഷ്ടപ്പെടും. ഞാൻ ഹൈ സ്പീഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു സ്പീഡുണ്ട്, ഇത് അതിൻ്റെ സ്പീഡ് വർക്കൗട്ട് ചെയ്യുന്ന മൈൻഡിലാണ്. മാജിക് ചെയ്യുന്ന ഒരു മജീഷ്യൻ നമ്മൾ നാളിതുവരെ പഠിച്ചിരുന്ന വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. എല്ലാം, അതായത് മനസ്സും കണ്ണും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ മാജിക്കിൽ അങ്ങനെയല്ല. മനസ്സ് രഹസ്യത്തിലേക്കും കണ്ണ് കാണികൾ ശ്രദ്ധിക്കേണ്ട സ്ഥലത്തേക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ കൈയടക്കം ശീലിക്കുന്ന ഒരാളിന് ഏതൊരു വസ്തുവിനെയും ആളുകൾ കാണാതെ കൊണ്ടുവരാൻ പറ്റും, കാണാതെ അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഏത് വസ്തുവിനെയും എടുത്തു കൊടുക്കുവാൻ മാന്ത്രികന് കഴിയുന്നു എന്നുള്ളതാണ് മാജിക്കിന്റെ പ്രത്യേകത. അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ മാജിക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുമുണ്ട്. മാജിക്കിന്റെ തെറ്റായ പ്രയോഗം ഇത് പലപ്പോഴും നിർഭാഗ്യവശാൽ മാജിക്കാരനെ ഒരു കലാകാരൻ എന്നുള്ള തട്ടിൽ നിന്ന് മാറ്റി ഒരു മാന്ത്രികനെ ഒരു ദൈവമാക്കി സങ്കല്പിക്കുന്ന തലത്തിലേക്ക് വരെ കൊണ്ടെത്തുമ്പോഴും നിർഭാഗ്യവശാൽ പല മാന്ത്രികരും ഇത് പറയാൻ കൂട്ടാക്കിയിരുന്നില്ല, മാജിക്കാണ്. ഇതിനൊരു വ്യത്യാസമായിട്ടാണ് നമ്മുടെ അക്കാഡമി രംഗത്ത് വന്നിരിക്കുന്നത്. സാറ് ഈ ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്താ സാർ? ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നത് വെച്ച് മാജിക് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏത് വസ്തുവും നമുക്ക് മാജിക്കിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് ഗ്ലാസ് വെള്ളമായിട്ട് ഇപ്പം തന്നെ ഈ ഒരു വയ്ക്കാം. ഓക്കെ, ഇതൊരു ചെറിയ ഗ്ലാസും ഒരു വലിയ ഗ്ലാസും അല്ലേ? താങ്കൾക്ക് തന്നെ അതിനകത്ത് കുറച്ച് വെള്ളം വേണമെങ്കിൽ നിറയ്ക്കാം. വലിയ ഗ്ലാസ്സിൽ നിന്ന് ചെറിയ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം നിറച്ചു നോക്കിയേ.
നിറച്ചു സർ. യെസ്, നിറച്ചു. അല്ല, വെച്ചേക്കാം അങ്ങനെ. ഓക്കെ. ഇപ്പോൾ ആ ഗ്ലാസ് വേറെ സംശയമൊന്നുമില്ലല്ലോ, അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യിപ്പിച്ചത്. ഇല്ല, യാതൊരു സംശയമില്ല. ഇപ്പം എൻ്റെ കയ്യിലൊരു കോയിനുണ്ട്, കണ്ടല്ലോ. എത്ര രൂപ കോയിനാണ്? ₹1 കോയിനാണ്. ഓക്കെ. ഈ കോയിൻ നമ്മൾ ഈ ഗ്ലാസ്സിനകത്തേക്ക് നിക്ഷേപിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എടുത്ത വെള്ളമാണ് അല്ലേ, അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ അതിനാദ്യം ഈ മാജിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു മാജിക്ക് ചെയ്യുമ്പോഴും ഒരു മറ വേണമെന്നാണ് മുതുകാട് സാർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ മാജിക്കിനും ഒരു മറ വേണം. അപ്പോൾ ഞാനിത് ഈ കോയിൻ കണ്ടില്ലേ, ഈ കോയിൻ ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കുകയാണ്. വെച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനെ പിടിക്കുന്നു. ഇത് പിടിക്കുമ്പോഴത്തേക്കും മാജിക്കാരൻ നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കലും വിശ്വസിക്കരുതെന്നല്ലേ. യെസ്, അതുകൊണ്ട് ഒന്ന് പിടിച്ചു നോക്കണം, സ്വന്തമായി പിടിച്ചു നോക്കണം ഉണ്ടോ എന്നുള്ളത്. ഇങ്ങനെ പിടിച്ചോളൂ. അതിനകത്തുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ താങ്കളാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിനെ ഒരു കൈ കൊണ്ട് ഇതിന്റെ അടിയിൽ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് ആ സിൽക്കിനകത്തുള്ള കോയിൻ ഇതിനകത്ത് തന്നെ നിക്ഷേപിക്കണം. ഇടത് കൈ കൊണ്ട് അതിന് അടിയിലേക്ക് കാണാതെ രഹസ്യമായി ചെയ്യണം. കൊണ്ടുപോയിട്ട് അതിനകത്തേക്ക് ഇട്ടേക്കും. ഇട്ടോ, വീണു, ഇട്ട ഒരു ശബ്ദം കേട്ടു അല്ലേ. ഓക്കെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ അതിനകത്ത് കോയിൻ ഇട്ടിട്ടുണ്ട്, ഇട്ടൊരു ശബ്ദവും കേട്ടു, തർക്കമൊന്നുമില്ലല്ലോ. ഓക്കെ. ഒരു നിമിഷത്തേക്ക് ഞാൻ അതിനകത്തൊരു മാജിക് പൗഡർ, അതായത് ഞങ്ങളുടെ ഒരു ഇൻവിസിബിൾ മാജിക് പൗഡർ ഉണ്ട്. ഈ പൗഡർ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി മെല്ലെ അതിങ്ങി തരിക. അതിനകത്ത് കോയിൻ ഉണ്ടല്ലോ, വീണു. അതിനുശേഷം ഇൻവിസിബിൾ മാജിക് പൗഡർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. വളരെ വ്യക്തമായി നോക്കിക്കൊള്ളണം. ഇതിനകത്ത് എന്തെങ്കിലും രൂപത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ₹1 കോയിൻ ഈ വെള്ളത്തിനകത്ത് ഇട്ടിരിക്കണല്ലേ, നമ്മൾ മെല്ലെ ഇതിൻ്റെ മൂടി ഇങ്ങനെ മാറ്റുകയാണ്. ഇതിനകത്ത് കോയിൻ ഇട്ടെന്ന് പറഞ്ഞത് കറക്റ്റ് സത്യമായിരുന്നു അല്ലേ? സത്യമായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അതിനകത്ത് ഇല്ലല്ലേ? സിൽക്കിൽ എവിടെയെങ്കിലും ഉണ്ടോ? സിൽക്കിലുമില്ല. അപ്പൊ എൻ്റെ കയ്യിൽ നിന്നല്ലല്ലോ പോയത് കോയിൻ, സ്വന്തമായിട്ടാണ് പറ്റിയത്. യെസ്, കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്തില്ലല്ലോ, എന്തായാലും ഇല്ല. എൻ്റെ ഈ കയ്യിലും ഇല്ലല്ലോ, അതിനകത്തുമില്ല, ഈ കയ്യിലും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഇതിനേതാ ഇങ്ങനെ നമ്മൾ മൂടുന്നു. മൂടി ഇങ്ങനെ പിടിച്ചു. ഇതിനകത്തോട്ട് കോയിൻ പോകാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ നമ്മുടെ ഒരു കോയിൻ ഇതിനകത്ത് ഇട്ടു എന്നുള്ളതൊരു സത്യമാണ്, നഗ്ന സത്യമാണ്. നമ്മുടെ ഇൻവിസിബിൾ മാജിക് സോൾട്ട് മെല്ലെ ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. മാജിക് സോൾട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിച്ചിരിക്കും. എൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ യാതൊരു സംശയമുണ്ട്, കോയിനകത്തേക്ക് കൊണ്ട് വന്നിട്ടില്ലേ. ഇനി ഇൻവിസിബിൾ മാജിക് സോൾട്ട് മെല്ലെ എടുത്തിട്ട് മെല്ലെ ഇതിനകത്തൊന്ന് ചെയ്തിട്ട് നോക്കിയാൽ മാജിക് ആണെങ്കിൽ ഉണ്ടാകരുത്. ഇല്ല. കാണികൾ എന്ന് പറയുമ്പോൾ ഒരു സദസ്സിൽ 100, 1000, 10,000 കാണികൾ ഉണ്ടാവുമായിരിക്കാം. ഈ കാണികളിൽ സാധാരണക്കാരും അസാധാരണക്കാരും ഉണ്ടായിരിക്കാം. എങ്ങനെയാണ് ഈ ഒരേ സമയത്ത്? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് എല്ലാ ആൾക്കാരെയും ഒരേപോലെ കബളിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പം വീട് എന്ന് പറയുന്നു അല്ലേ. ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പോൾ പല വീടുകളും പല രൂപത്തിലാണ്. പക്ഷെ നമ്മുടെ വീടെന്നുള്ള കോൺസെപ്റ്റ് എന്താ? ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ബെഡ്റൂം, കിച്ചൺ, ഇതൊക്കെ അല്ലേ. ഇത് തന്നെയുള്ള എല്ലാ വീടിനുള്ളത്. വലിപ്പം കൂടാ, ഇതും ഒക്കെ വരാം അല്ലേ. മനുഷ്യനും അടിസ്ഥാനപരമായി എല്ലാ രാജ്യത്തുള്ള മനുഷ്യനും ഒരുപോലെയാണ്. അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ ദൗർബല്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും, അതായത് അതിനകത്ത് വർണ്ണ, ജാതി, മത വ്യത്യാസമൊന്നുമില്ല. അടിസ്ഥാനപരമായി പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നത് 5ഉം ഒരുമിച്ച് പ്രവർത്തിക്കില്ല ഒരിക്കലും. പഞ്ചേന്ദ്രിയങ്ങൾ 5 ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ നമ്മൾ വിചാരിക്കും മേന്മയാണെന്ന്. പക്ഷെ മേന്മയല്ല, പല സുഖസൗകര്യങ്ങളും നമുക്കിന്ന് ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഉദാഹരണത്തിന് സിനിമ കാണാൻ പറ്റും. കണ്ണിൻ്റെ ഒരു ദൗർബല്യം കൊണ്ടാണ് നമുക്കിന്ന് സിനിമ കാണാൻ പറ്റുന്നത്. അത് ഒരു ബിംബത്തിൻ്റെ ഒരു കണ്ണിലേക്ക് പതിക്കുന്ന ഒരു ബിംബം 16 സെക്കൻഡ് സമയം വരെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നത്. ഒരു ഈച്ചയ്ക്ക് സിനിമ കാണാൻ പറ്റില്ല,
കാരണം ഈച്ചയുടെ നമ്മുടെ കണ്ണിൻ്റെ ദൗർബല്യം ഇല്ല. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ദൗർബല്യത്തെ അതിസൂക്ഷ്മമായി ഒരു മാന്ത്രികൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. അവിടെയാണ് ജാലവിദ്യ നടക്കുന്നത്. നന്നായി കണ്ടുകൊണ്ടിരുന്നാൽ നന്നായി കേൾക്കുകയില്ല, നന്നായി കേട്ടുകൊണ്ടിരുന്നാൽ നന്നായി കാണുകയില്ല. നന്നായി കാണുകയും നന്നായി കേൾക്കുകയും നന്നായി ആസ്വദിക്കാനുമായി ചന്ദ്രസേനൻ സാർ നമുക്ക് വേണ്ടി ചില ഐറ്റംസ് കാണിച്ചു തന്നു, കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. എന്തുകൊണ്ടും മാജിക് എന്നത് ചില സമയത്ത് ഒരു വിനോദോപാധിയാണ്, ചില സമയത്താവട്ടെ നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചില സമയത്ത് നമ്മെ അമ്പരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഒരു ജീവിതത്തിന് ആവശ്യമായ ഘടകങ്ങളുമാണ്. ശുഭരാത്രി തുടരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം. ഈ തിരക്കട്ട ഓട്ടത്തിനിടയിൽ ചുമയും ജലദോഷവും പിടിക്കാതിരിക്കുമോ? വേറൊരു ആക്സിഡന്റ് നമ്മൾ അവിടെ പറയും, ഇതിന്റെ മുകളിലാക്കി. എന്താ എൻ്റെ കാര്യം? ഞങ്ങൾ മജീഷ്യൻസ് രക്ഷപ്പെട്ടുകൊണ്ടത് അങ്ങനെയാണ്. ഞാൻ കാണിക്കുന്ന ഒരു മാജിക്ക് താങ്കളുടെ മനസ്സിലുളവാക്കുന്ന ഒരു 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 റിഫ്ലക്ഷനുണ്ട്. ഈ റിഫ്ലക്ഷനെ മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുമ്പോൾ മാജിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം നമ്മളതിനെ കളർഫുള്ളാക്കിയേ പറയും, അല്ലേ? ഈ കളർഫുള്ളാക്കി പറയുന്നത് കൊണ്ട് തന്നെ മാജിക്കിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ മറന്നു പോകണം. ഓരോ നിമിഷവും ഞങ്ങളുടെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു മാജിക്ക് ഞാൻ ചെയ്തത് മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്തതുപോലെ മറ്റൊരാളിനോട് ചോദിച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഒരു മാന്ത്രികൻ ചെയ്യുന്ന മുന്നൊരുക്കങ്ങൾ അപ്രസക്തമായി കാണികൾക്ക് ബോധ്യപ്പെടുകയും ഈ അപ്രസക്തിയിലൂടെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിന് മാജിക്കുകാർക്ക് മാന്ത്രികന്മാർക്ക് കഴിയുന്നത്. ഇവിടെയാണ് ദിവ്യത്വത്തിലേക്കും ദൈവീകതയിലേക്കും ആളുകൾ ചിന്തിച്ച് കാടുകയറി പോകുന്നതും. എനിക്കറിയാത്തൊരു കാര്യം നടന്നുവെങ്കിൽ അതിൽ അമാനുഷികതയുണ്ട് എന്ന് നമ്മൾ വെറുതെ ആരോപിക്കുന്നു. അതിൽ നിന്ന് മാറണം എന്നുള്ളതാണ് മാജിക് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഒരു കാരണവശാലും എനിക്ക് എൻ്റെ അറിവിനപ്പുറത്തൊരു സംഭവം നടന്നാൽ മാജിക് എന്ന് പറയുന്ന കലാരൂപത്തിലൂടെ അതിസമർത്ഥമായി ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗ്യന്തരേണ ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്ന് ഇവിടുത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അറിഞ്ഞിരിക്കണം. ഇതാണ് മാജിക് അക്കാഡമി നമുക്ക് നൽകുന്ന പാഠവും. ഓരോരോ കാലത്തും ഓരോരോ വിശ്വാസങ്ങളെ പുലർത്തിപ്പോരുന്ന നമുക്ക് ഈ യുഗത്തിൽ മാജിക്കിന് പ്രാധാന്യവും ഏഷ്യയിലെ ആദ്യത്തെ തന്നെ മാജിക് അക്കാഡമി എന്ന പ്രശസ്തി നേടിയെടുത്ത ഗോപിനാഥ് മുതുകാട് ഗോപിയേട്ടൻ്റെ ഈ ഒരു സ്ഥാപനവും അതിൻ്റെ പ്രചാരവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും എന്തിനേറെ മാജിക് അക്കാഡമിയുടെ ഡയറക്ടർ ചന്ദ്രസേനൻ മിത്രമല അദ്ദേഹം അതിഥിയായിട്ട് എത്തുകയും ജനകീയമായ പാഠങ്ങളിലൂടെയാണ് ഇന്ന് ഇത്രയും നമ്പേഴ്സ് കാണിച്ചു തരാനായിട്ട് ശ്രമിച്ചത്. പാർട്ട് ഓഫ് ഇല്യൂഷൻ എന്നോ പാർട്ട് ഓഫ് സംതിങ് ഡിഫറെൻറ്റ്, മാജിക്കിൻ്റെ തന്നെ പല പല ഭാഷ. എന്തൊക്കെയായാലും ശരി, അങ്ങേക്ക് ഈ അറിവുകൾ പകരാനും ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിലെത്താനും പ്രേക്ഷകരോട് മാജിക്കിൻ്റെ വിവിധ സംഭവങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചതിലും നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാനും ഇതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിലും. എന്നാൽ ചില ദുഃഖങ്ങളും ബാക്കി നിൽക്കുന്നു. വേറൊന്നുമില്ല, ഇതെന്താണെന്ന് മനസ്സിലായില്ല. അത് തന്നെ ദുഃഖങ്ങളല്ലാണ്ട് വേറൊന്നുമില്ല.